ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചതും അത് തന്നെയാണ്. ഞാനാണോ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അതേപോലെ ടാസ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ടാസ്കിൽ ഞാൻ ഹലോ ബിഗ് ബോസ്, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻ്റാണ്, അനീഷ് തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അനീഷ് അവിടെ വൃത്തികെട്ട കളി കളിക്കുന്നത് കൊണ്ടല്ലേ അനീഷിനെ എപ്പോഴും ജയിലിലോട്ട് പറഞ്ഞു വിടുന്നതെന്നുള്ളത്. ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അനീഷിനെ എപ്പോഴും ജയിലിലോട്ട് പറഞ്ഞു വിടുന്നതെന്നുള്ളത്. അതിൻ്റെ വോയിസാണ് ഞാൻ ഈ തുടക്കത്തെ വെച്ചതും. പെർഫോം ചെയ്യുന്നില്ലേ? വെസൽ ടീമിലാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ ഞാൻ 100% ഇട്ടിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിവിടെ മോഷ്ടിക്കുകയോ കക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സമയത്തിന് ഇവിടെ അനീഷ് സംസാരിക്കുന്നതിനിടയിൽ ആരും കയറി ഇരുന്ന് ആരും തോന്നിയത് പറയുന്നുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. വേറെ ആരെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അനീഷോ അനുമോളോ സംസാരിക്കാൻ വന്നായിരുന്നെങ്കിൽ നല്ല രസത്തിൽ ലാലേട്ടൻ അവിടെ ഇരുന്ന് പൊട്ടിത്തെറിച്ചേനെ അല്ലേ? കാരണം ഇപ്പം അനീഷിനെയും അല്ലെങ്കിൽ അനുമോളെയും ഒരു തരം താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷോ. നല്ല രീതിയിൽ താഴ്ത്തി കെട്ടുന്നുണ്ട്. അക്ബറിനെ പൊക്കി അങ്ങ് വെക്കുന്നുണ്ട്. ആർക്കോ വേണ്ടിയിട്ട് അനീഷിനെ എഴുന്നേറ്റ് നിർത്തി സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ചോദിച്ചതിനൊന്നും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അവർക്കില്ല. അവർ പറയുന്ന എന്തൊക്കെയോ ഒരു കാരണങ്ങൾ, അതൊക്കെ കാരണങ്ങളായിട്ടേ തോന്നുന്നില്ല അനീഷിനെ ജയിലിലോട്ട് പറഞ്ഞു വിടാനുള്ളത്. അവിടെ ഒരു ഗ്രൂപ്പിസം നടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിസത്തിൻ്റെ ഇതിൽ അനീഷിനെ ഒറ്റപ്പെട്ട് നിർത്തുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാം കൂടെ ആ മനുഷ്യനെ അവിടെ ഒറ്റപ്പെടുത്തതാണ്. സ്ട്രാറ്റജിയുടെ ആവശ്യമൊന്നുമില്ല, അതാണ് സത്യം. കാണുന്നവർക്കത് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായോ? സമയത്തിന് എണീക്കുന്നു. അതിനിടയ്ക്ക് ആരെങ്കിലും ഫുഡ് മോഷ്ടിച്ച് തിന്നാലോ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് തിന്നാലോ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇവര് പറയുന്നു ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അനീഷിന് വേണ്ടി വോട്ട് ചെയ്ത ആളാണ്. എന്തുകൊണ്ട് അനീഷ് 5ാമത്തെ തവണ എങ്ങനെ പറഞ്ഞയക്കുന്നു? തെറ്റിദ്ധരിപ്പിക്കൽ ഭയങ്കരമാണ് അനീഷ് ഏട്ടന്റെ. പുള്ളിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നീ അതിൻ്റെ അകത്ത് എന്തുവാ ചെയ്യുന്നേ? അതിൻ്റെ അകത്ത് എന്തുവാ ചെയ്യുന്നേ? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, കള്ളങ്ങൾ ചെയ്യുക, മോഷ്ടിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് അനീഷ് തെറ്റിദ്ധരിപ്പിക്കുന്നു. നീ അതിൻ്റെ അകത്ത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? കൊള്ളാം. അത് വേറൊരു സ്റ്റോറി തന്നെ ആക്കി പറയും. ഇപ്പൊ നമ്മളെ ആണെങ്കിലും പുറത്തോട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കും. ഞങ്ങളല്ലേലും ഫ്രണ്ട്സാണ്. പിന്നെ അനീഷിനെ പൊട്ടനെന്നും മണ്ടനെന്നും ക്ലോസറ്റിൽ കിടക്കുന്ന പുഴു എന്നും വിളിച്ചവളാണ് ഞങ്ങൾ പണ്ടേ ഫ്രണ്ടാ, നല്ല ഫ്രണ്ടാ. ഞാൻ അല്ലതൊക്കെ ഞാൻ പറയുന്നില്ല. പുള്ളി സംസാരിക്കുകയാണെങ്കിലും ലാലേട്ട അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ഷൗട്ട് ചെയ്ത് ഇതാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്ന് സംസാരിക്കണം. ഓക്കെ, കാര്യം ഓക്കെ ഫൈൻ. കാരണം അനീഷ് ഒരു കാര്യം റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് തന്നെ ഒരു 4, 5, 6 തവണ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യും, സമ്മതിക്കുന്നു. പക്ഷെ അതിലെവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അനീഷ് ഇറിറ്റേറ്റ് ചെയ്യും. ഒരു മനുഷ്യൻ എത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം അനീഷിൻ്റെ സംസാരം കൊണ്ട് അനീഷ് ഇറിറ്റേറ്റ് ചെയ്യും, സമ്മതിക്കുന്നു. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കാരണം എവിടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അനീഷ് എവിടെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ തെറ്റിദ്ധാരണ? ഒന്നെന്ന് പറഞ്ഞ അനീഷേട്ടന്റെ കടി ഗെയിമിന്റെ ഇടയിൽ, പിന്നെ രണ്ടാമത്തത് ഈ അനീഷ് കടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അക്ബർ അനീഷിന്റെ തലമണ്ട നോക്കി നല്ല പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തുകൊണ്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യാതിരുന്നു? അനീഷ് കടിച്ചതുകൊണ്ടല്ലേ അക്ബർ തല്ലിയതെന്നുള്ള ന്യായീകരണമായിട്ട് ഇപ്പോൾ ആൾക്കാർ വരും അല്ലേ? ആ ഒരു ന്യായീകരണം കൊണ്ടല്ലേ ഇപ്പോൾ ആൾക്കാർ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്യണം, അക്ബറിനെ നോമിനേറ്റ് ചെയ്യണം, രണ്ടെണ്ണത്തിന് പിടിച്ച് ജയിലിലിടുകയും വേണം. ഇവിടെ അനീഷിനെ ജയിലിലും അക്ബർ പുറത്തും. എന്തുവാടേ ഇതൊക്കെയാണോ കാരണങ്ങൾ? അനീഷ് ചെയ്തതിനെ തിരിച്ച് അക്ബർ കൊടുത്തിട്ടുണ്ട്, അതവിടെ തീർന്നു.
ഒരു ട്രബിൾ മേക്കറാണ് ലാലേട്ടൻ അനീഷേട്ടൻ. അനുമോൾക്കെതിരെ സംസാരിക്കാൻ കാര്യം എന്താ? സാബുമാൻ, ഒരു ഇഷ്യൂ നടന്നായിരുന്നു. അപ്പൊ ആ ഇഷ്യൂവിന് ശേഷം അനുമോൾ പറഞ്ഞു ഞാൻ ഇനി കിച്ചണിൽ കയറൂല, മനസ്സിലായില്ല. അനുമോളിന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തായിരുന്നു, പക്ഷെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അനുമോൾ പിന്മാറി എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ കിച്ചണിൽ കയറിയില്ല. ഇതൊക്കെ ഒരു റീസൺ ആണോ? നിനക്ക് ഈ ഷോ എന്താണെന്നുള്ള വല്ല ബോധമുണ്ടോ? എനിക്ക് നോമിനേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ അനുമോൾ അക്ബറിനോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം. ഇത് കിച്ചണിൽ കയറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള നോമിനേഷൻ എന്ത് മാങ്ങാത്തോലയാടേ നീ അതിൻ്റെ അകത്ത് ഇരുന്ന് ചെയ്യുന്നേ അല്ലെങ്കിൽ പറയുന്നേ? ഈ അനീഷ് ജയിലിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനാണോ ബിഗ് ബോസ് എപ്പോഴും ജയിലിൽ വരേണ്ട ആളെന്നുള്ളത്. അതിനേക്കാൾ ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ആ ബിഗ് ബോസ് അവിടെ ചെയ്തത്. ഒരു റിബൺ കെട്ടിയിട്ട് അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് എഴുതി വച്ചേക്കുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ തരം താഴ്ത്താവോ ബിഗ് ബോസേ? ചെറ്റത്തരല്ലേ കാണിക്കുന്നത്? അല്ലേ? ഒരു മനുഷ്യനെ ഇത്രയും തരം താഴ്ത്താൻ വേണ്ടിയിട്ട് അങ്ങേരെ അവിടെ എന്തുവാ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും കൂടെ അങ്ങേരെ ജയിലിലോട്ട് തള്ളി വിട്ടിട്ട് അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നുള്ള ബോർഡും കൂടെ തൂക്കിയിരിക്കുന്നു. കൊള്ളാം കേട്ടോ, നല്ലതാ. അനീഷ് ആ റിബൺ അഴിച്ചപ്പോൾ കൈ കൊട്ടി ചിരിച്ച് ആഘോഷിക്കുക. ഉളുപ്പില്ലാത്ത കുറേ എണ്ണങ്ങൾ. ആ മനുഷ്യനെ മനഃപൂർവ്വം ജയിലിൽ പറഞ്ഞു വിട്ടിട്ട് കൈ കൊട്ടിയിരുന്ന് ആഘോഷിക്കുന്നു ആ ബോർഡ് കണ്ട് വായിച്ചപ്പോൾ. ഒരു മനുഷ്യനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാത്തിൻ്റെ സ്വഭാവം ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കാം. ഇങ്ങനെ കളിയാക്കി വിടുക. നിങ്ങളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അനീഷിന് പുറത്ത് സപ്പോർട്ട് കൂടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് അനീഷിൻ്റെ PR, അനീഷിൻ്റെ സപ്പോർട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് അനീഷിനെ മാത്രമല്ല അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അനുമോളുടെ PR. അതിൻ്റെ ഇടയിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാനവാസിൻ്റെ PR. അതിൻ്റെ ഇടയിൽ ആദിലാനൂറേനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ PR. നിങ്ങൾ ശരിക്കും ഞാൻ ആരുടെ PR ആണെന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു PRൽ ഉറപ്പിക്കുക. എനിക്കിങ്ങനെ എല്ലാവരുടെയും PR ആയിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതും ചില ആൾക്കാർ വന്നിട്ട് പറയുന്നു അനീഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് PR ആയിരുന്നു. ഞാൻ എൻ്റെ അക്കൗണ്ട് അങ്ങോട്ട് കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അല്ല PRനെ ഞാൻ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ PRന് പൈസ മേടിച്ചിട്ട് PR ചെയ്യുവാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എത്രയൊക്കെ പൈസ കാണണം? അല്ല, പറയുന്ന ആൾക്ക് കുറച്ച് നാണമാനം വേണ്ടേ? നിങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എന്താടേ ഇവരാരാണെന്നോ എവിടെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നിട്ടാണ് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് PR ചെയ്യുന്നു എന്ന് പറയുന്നത്. കേൾക്കുന്ന എനിക്ക് കുറച്ച് തോന്നുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ശരി എന്നാൽ.